നാവായിക്കുളത്ത് ടൂറിസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തൃശൂർ സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് കാരണമെന്നാണ് ഇപ്പോൾ കണക്കുകൂട്ടുന്നത്. നാവായിക്കുളത്ത് നിന്ന് ഈ അപകടം നടന്ന സ്പോട്ടിൽ നിന്ന് റിനു ശ്രീധർ തത്സമയം ചേരുന്നു. റിനു, ഗുഡ് മോർണിംഗ്. റിനു, എത്ര മണിക്കായിരുന്നു ഈ അപകടം? ഈ ഡ്രൈവറുടെ അവസ്ഥ എന്താണ്? മറ്റ് 5 കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന് പറയുന്നല്ലോ, അവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്ന് പുലർച്ചെ അത്ര ഗുരുതരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് നമ്മൾ നൽകുന്നത്. തിരുവനന്തപുരം നാവായിക്കുളത്ത് ഇന്ന് പുലർച്ചയോടുകൂടി 3:30 സ്വകാര്യ ടൂറിസ്റ്റ് ബസ് അപകടത്തിൽ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. തൃശൂർ കൊടകര എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ, ഏകദേശം 42ഓളം വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ് പുലർച്ചെ 3:30 സർവീസ് റോഡിൽ നിന്ന് ഇടതുവശത്തെ വീടിന് സമീപത്തേക്ക് മറിഞ്ഞു എന്നുള്ളതാണ്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് കാരണം എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. വിഴിഞ്ഞം പോർട്ടിലേക്ക് പഠനാവശ്യത്തിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽ പെട്ടത്. രാവിലെ 3:30 2 പേരുടെ വിവരം ഗുരുതരമായ 5ഓളം പേർക്ക് പരിക്കുണ്ട് എന്നുള്ളതാണ്. 17ഓളം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. 2 പേരുടെ വിവരം നമുക്ക് ലഭ്യമാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ നോയൽ വിൽസൺ, അതുപോലെ തന്നെ ഒരു ക്രിസ്റ്റോപ്പോൾ, അദ്ദേഹം വിദ്യാർത്ഥിയാണ് എന്നുള്ള വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ഈ വീട്ടിലെ ചേട്ടൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇവർ ശബ്ദം കേട്ട് ഓടിയെത്തുകയും പോലീസിനെ വിവരം അറിയിക്കുകയും തുടർന്ന് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയുമായിരുന്നു. എന്താണ് ഏട്ടാ സംഭവിച്ചത്? ഒരു 3:30 മണിയായപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു സൗണ്ട് കേട്ടു. എൻ്റെ ഭാര്യയാണ് ഉണർന്ന് എന്നെയും കൂടെ വിളിച്ചെണീപ്പിച്ച്. പിന്നെ ഞാൻ പോലീസിന് ഫോൺ ചെയ്തു. പോലീസ് ഉടനെ തന്നെ വരാമെന്ന് പറഞ്ഞു. പിന്നെ ഫയർഫോഴ്സ് പോലീസ് തന്നെ അറിയിച്ചു. അവരെ എല്ലാവരും കൂടെ വന്ന് ബാക്കി പരിക്ക് പറ്റാത്ത കുട്ടികളും കൂടെ സഹകരിച്ച് എല്ലാവരും വെളിയിൽ ഇറങ്ങാനായിട്ട് നോക്കി ഇറങ്ങി. അതിനുശേഷം ആംബുലൻസ് വന്ന് 2 പേരെ സീരിയസ് ആയിരുന്നു, അവരെ ആശുപത്രിയിലോട്ട് അയച്ചു. ബാക്കി എല്ലാവരും നടന്നാണ് പോയത്. എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? സംഭവിച്ചതൊന്നും അറിയില്ല. അതായത് ഡ്രൈവർ ഉറങ്ങിപ്പോയെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അത് നമുക്ക് അതിനെപ്പറ്റി അറിഞ്ഞൂടല്ലോ, നമ്മളെ വീട്ടിനകത്തല്ലേ, അതുകൊണ്ട് അറിയില്ല. നിലവിൽ എസ് കെ എൻ, ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഈ വാഹനം അപകടത്തിൽപ്പെടാനുള്ള പ്രാഥമികമായിട്ടുള്ള കാരണം എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. എന്തായാലും നിലവിൽ പോലീസ് ഈ വാഹനത്തിലെ CCTV ഉണ്ട്, CCTV ഉൾപ്പെടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും എന്താണ് അപകട കാരണം എന്നുള്ളതിൽ വ്യക്തത വരുത്തുക. ഇത് ഒരു വശത്തേക്കുള്ള റോഡാണ്, സർവീസ് റോഡാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു വാഹനം വന്ന് സൈഡ് കൊടുക്കേണ്ടുന്ന ഒരു ആവശ്യം ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും നിലവിൽ ഇപ്പോൾ 5ഓളം പേർക്ക് പരിക്കുണ്ട്. അതിൽ 5ഓളം പേർക്ക് ഗുരുതര പരിക്കുണ്ട്. അതിൽ 2 പേരുടെ വിവരമാണ് നമുക്ക് ലഭ്യമായി ഇരിക്കുന്നത്. ഇവരെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലും അതുപോലെ തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരവും നമുക്ക് ലഭ്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.